ഈ കോടികൾ മുടക്കി ഇവർ നടത്തുമ്പോൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ കുറെ പാവപ്പെട്ട സഹോദരന്മാർ കുറെ പുലസമായി മഴയും വെയിലും ഒക്കെ അനുഭവിച്ച് ഒരു താൽപ്പാലിൻ പോലും കിട്ടാൻ അനുവാദമില്ലാതെ അവരിങ്ങനെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാൻ അവസരമില്ലാതെ അവരൊരു വലിയ പോരാട്ടം ഒരു സമരത്തിന്റെ പാതയാണ്. ആ സമരം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അത് എത്രയും അന്ന് ഇടപെട്ട് അത് പരിഹരിക്കാൻ അതിന് ഇടപെടണം എന്ന് വളരെ വിനീതമായ ഒരു അഭ്യർത്ഥന. അന്ന് പിറ്റേ ദിവസം പത്രങ്ങളിൽ വാർത്തയായി. എന്തുകൊണ്ടായിരുന്നാലും ശരി, ഇവിടെ പോയി വിശേഷിപ്പിച്ചത് ഒരു രക്തസാക്ഷി പരിവേഷമൊന്നുമിരിക്കില്ല. അതൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലുള്ള എന്റെ ഒരു വികാരമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചത്. ഒരു കലാപ്രവർത്തകൻ എന്നുള്ള ഒരു വികാരമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചത്. അതിന് വ്യക്തപ്പെടുന്ന ഒരു സാക്ഷി പരിവേഷമൊന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ അത് പറയേണ്ടതാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ എനിക്കൊരു സ്ഥാനമാനങ്ങൾ എന്ന വിഷയമായിരുന്നത്. പക്ഷേ സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കാനാണെങ്കിൽ മറ്റുള്ളവരൊക്കെ നിശബ്ദമായിരുന്നത് പോലെ എനിക്ക് നിശബ്ദമായിരിക്കാമായിരുന്നു. ഞാനത് ചെയ്തില്ല. കാരണം എന്റെ ഏറ്റവും വലിയ എന്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് എന്റെ ഏറ്റവും വലിയ പ്രചോദനം. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ള ക്രിസ്തു. ക്രിസ്തു പറഞ്ഞത് നിന്നെ പോലെ ഈ ക്രിസ്ത്യാനിയെ സ്നേഹിക്കണമെന്നല്ല, മറ്റു മനുഷ്യരെ, നിന്റെ കൂട്ടുകാരെ, അയൽക്കാരെ, മറ്റുള്ളവരെ, മറ്റു മനുഷ്യരെ സ്നേഹിക്കണം. അതാണ് ക്രിസ്തു പറഞ്ഞത്. അധ്വാനിക്കുന്നവരും ഭാരം ചോക്കുന്നവരുമായ മനുഷ്യരെ ആശ്വസിപ്പിക്കണം. ആ ക്രിസ്തുവാണ് എന്റെ പ്രചോദനം. ആ ധാർമ്മികത ഉള്ളിലുള്ളത് കൊണ്ടാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇതെനിക്ക് പറയേണ്ടി വന്നത്. അത് പറഞ്ഞു, ഇനിയും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു സമരം വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നാടുകളിൽ നടന്ന മുല്ലപ്പൂ സമരം, മുല്ലപ്പൂ വിപ്ലവം, അതിന്റെ മേലെ ഒരു ചെറിയ കൂട്ടായ്മയിൽ തുടങ്ങി ഒരു ഭരണകൂടത്തെ മുഴുവൻ മാറ്റിമറിച്ചത് ആണ്. ഇവിടെയും ഒരു ഭരണകൂടത്തെ തന്നെ മാറ്റിമറിക്കാൻ, പുതിയതിനെ രൂപപ്പെടുത്തിയെടുക്കാനൊക്കെ നിർണായകമായ സ്വാധീനം നടത്താൻ ഈ ഒരു സമരത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയൊരു തിരിച്ചറിവാണ്. പക്ഷെ ചരിത്രം പലപ്പോഴും നമ്മുടെ ഭരണകൂടങ്ങളൊക്കെ കണ്ടില്ല എന്ന് പഠിക്കും. അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. അവർ തിരുത്താൻ പോലും തയ്യാറാവുകയില്ല. അതാണ് ചരിത്രം. പക്ഷെ ഇനി അങ്ങനെ ഒരു ചരിത്രം ആവർത്തിക്കരുത്. ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടവും ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന യാതൊരു ഒക്കെ എത്രയും വേഗം അത് നടപ്പാക്കാൻ അവരുടെ എല്ലാ പ്രഖ്യാപനങ്ങളും ധീരമായി നടപ്പാക്കാനുള്ള ആർജനം കാട്ടേണ്ടതുണ്ട്. അതവർ കാട്ടും എന്ന് തന്നെയാണ് വലിയ ഒരു ഭരണകൂടം എന്ന് ചുമതലയേൽക്കുമ്പോൾ അങ്ങനെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. ഒപ്പം ഈ സമരം നൽകുന്ന മറ്റൊരു വലിയ സന്ദേശമുണ്ട്. അത് ഈ സമൂഹത്തിൽ ഇവിടെ ഇനിയും തൊഴിലാളി വർഗം, ഒരുപാട് തൊഴിലാളികൾ, അസംഘടിത മേഖലയിൽ അസംഘടിതരായിട്ടുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്. അവർക്ക് അവരുടെ ധീരമായ ആവശ്യങ്ങൾ, അവരുടെ അർഹമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വലിയ കരുത്ത് പകരുന്നതാണ്, ആവേശം പകരുന്നതാണ്. അവർ സംഘടിക്കാനും സംഘടിച്ച് ശക്തരാകാനും ഒക്കെയുള്ള ഒരു വലിയ പ്രചോദനം നൽകുന്നത് കൂടിയായിട്ട് ഈ സമരം മാറുന്നു. ഈ പോരാട്ടങ്ങളിലൂടെയും ധീരമായ സമരങ്ങളിലൂടെയും ഒക്കെ ആർജിച്ച ഊർജത്തിൽ പിൽക്കാലത്ത് അധികാരത്തിൽ വരുന്നവർ, ഭരണകൂടങ്ങൾ സ്ഥാപിക്കുന്നവർ, ഭരണാധികാരികളായി മാറുന്നവർ പിന്നീട് സമരത്തോട് കാണിക്കുന്ന സമീപനം ഒരിക്കലും ആശാസമരത്തോട് കാട്ടിയതുപോലെയുള്ള അത്തരം അവഗണനയും അവഹേളനവും നിറഞ്ഞ നിഷേധാത്മകമായ സമീപനങ്ങളാകരുത് എന്ന് മാത്രം എല്ലാവരോടും അത് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇനിയും ഒക്കെ വരുന്ന എല്ലാ അധികാരികളോടും അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് തന്നെയാണ് ഇത് നൽകുന്ന ഒരു സന്ദേശം. ഇതുവരെയുള്ള മറ്റ് മേഖലകളിലും പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും സംഘടിക്കാനും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകൾ ഉള്ള ഒരു ധാർമ്മികമായ ശക്തി പകർന്നു നൽകുന്ന ഒന്നായി കൂടി ഈ ഒരു വിജയം മാറുകയാണ്. ഇതിന്റെ പിന്നിൽ ഇതിന് ധീരമായ നേതൃത്വം നൽകിയവരെ മുഴുവൻ പ്രിയപ്പെട്ട ശ്രീമതി മിനി, ശ്രീമതി ബിന്ദു, അവരെല്ലാം കല്ലോടും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 266 ദിവസം നീണ്ടുന്ന ഈ സമരം എനിക്ക് വെച്ചത് എണീറ്റുപോകുമെന്ന് പലരും കരുതിയ സമരം. പക്ഷേ ദൃഢനിശ്ചയം അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു സമരം ഇത്രയും ദിവസം നീണ്ടുനിന്നതും അതൊരു വിജയത്തിലേക്ക് പര്യവസാനിക്കുന്നതിൽ ഒന്ന് കൂടി അഭിമാനത്തോടുകൂടി ഓർത്തുകൊണ്ട് അതുകൂടി ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഒരു അർത്ഥബോധവും നിസ്വാർത്ഥമായ നിങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളെയും നിങ്ങൾ നൽകിയ നേതൃത്വത്തെയും അതൊരു സ്വാർത്ഥ താല്പര്യം ഒട്ടുമില്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഒരു താൽപ്പാലിന് കെട്ടിയപ്പോൾ ഞങ്ങൾക്കറിയാം അത് അഴിച്ചു മാറ്റാനുള്ള ഉത്തരവുണ്ടായി. മഴയും വെയിലും ഒക്കെ നിങ്ങൾ കൊണ്ടു തലപ്പത്ത് തെരുവിൽ പ്രാഥമിക ആവശ്യകർക്കുള്ള സൗകര്യങ്ങളില്ലാതെ നിങ്ങൾ നടത്തിയത് ഒരു ചരിത്രപരമായ, അത് എത്രയും വിശേഷിപ്പിച്ചാലും കഴിയാത്ത ഒരു ഉജ്ജ്വലമായ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ പേരെയും ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആശാ സഹോദരന്മാരെ മുഴുവൻ സ്നേഹത്തോടെ ഹൃദയത്തോടെ ചേർത്ത് നിർത്തി അഭിവാദ്യം അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഔപചാരികതയുടെ പേരിൽ മാത്രം അത് നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം എന്റെ അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.